നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആരെന്ന് പറഞ്ഞാൽ സി ടി ആണ്, കറണ്ട് ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 3 ഫേസ് സി ടി ആണ്. 200/5 ഇതിൻ്റെ റേഷ്യോ. അപ്പോൾ നമ്മൾ ഈ മൂന്ന് ലീഡ് എന്ന് പറഞ്ഞാൽ മോട്ടറിലേക്ക് പോണതാണ്. അപ്പോൾ നമുക്ക് ഒരു 100 HP മോട്ടർ ഓടിക്കണം എന്ന് കരുതാം. 100 HP മോട്ടർ ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് ഏകദേശം എത്ര വരും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 1 HP ഏകദേശം 1.3 ടൈംസ് ആണ് അതിൻ്റെ ഫുൾ ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 100 HP ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 130 ആംപിയർ എങ്കിലും അത് ഫുൾ ലോഡിൽ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സി ടി എന്തുകൊണ്ടാണ് ഈ സി ടിയുടെ 200/5 എന്ന റേഷ്യോ എന്താണ് കണക്കാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഈ ഒരു മോട്ടറിലേക്ക് പോകുന്ന ലീഡ് വഴി 200 ആംപിയർ കയറി പോവുകയാണെങ്കിൽ ഇതിൻ്റെ S1 S2 ഉണ്ടാണ് ഇതിൻ്റെ സെക്കൻഡറി. ആ വഴി കയറി, അതായത് ആ വഴി നമുക്കപ്പം 5 ആംപിയർ കറണ്ടാണ് കിട്ടുന്നത്. 200/5 ആണ് ഇതിൻ്റെ റേഷ്യോ. അതുകൊണ്ടാണ് 200 ആംപിയർ ഇതിൽ കൂടെ കയറി പോകുമ്പം നമുക്ക് ഈ സെക്കൻഡറി കിട്ടുന്നത് 5 ആംപിയർ ആണ്. അതേപോലെ നമുക്ക് ഇതിൽ കൂടെ ഒരു 100 ആംപിയർ ആണ് കയറി പോകുന്നതെങ്കിൽ നമുക്ക് ഇതിന് എത്ര കിട്ടും? 2.5 ആംപിയറാണ് നമുക്ക് S1 S2 വഴി നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ S1 S2 ആണ് നമ്മൾ നേരെ അമ്മീറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം സി ടിയുടെ റേഷ്യോ എങ്ങനെയാണ് കണക്കാക്കുന്നത് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ അമ്മീറ്റർ നമുക്ക് ഇപ്പം സി ടി റേഷ്യോ 200/5 ആണെങ്കിൽ അമ്മീറ്റർ നമുക്ക് അതേ റേഷ്യോ ആയിരിക്കണം, 200/5 ആയിരിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് റീഡിങ് നമുക്ക് അമ്മീറ്റർ വഴി മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സി ടി എന്തിനാണ് സി ടി ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. സി ടി എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമറാണ്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.